കൃപാസനം പത്രം വായിച്ച് അതിൽ എഴുതിയ സാക്ഷ്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ഇതും വിശ്വസിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്ത് ഒരു സംഭവം ഉണ്ടായി. അന്ന് പറഞ്ഞിരുന്നു ഇത് ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന്. കൊറോണ കാലത്ത് ഇരിട്ടിയിൽ ഒരു യുവാവിന്റെ വീട്ടിൽ ആകാശത്ത് നിന്നും ഓസ്തി വന്നു വീണെന്നും പറഞ്ഞ് അതിന്റെ ചിത്രങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നു. അന്ന് പറഞ്ഞത് അതിന്റെ ആധികാരികത പരിശോധിക്കും എന്നാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ ഒന്നും ആധികാരികതയുടെ ഫലം പുറത്തു വന്നില്ല. പക്ഷേ ഈ രണ്ടിടത്തേക്കും വിശ്വാസികളെ എത്തിക്കാൻ അത്തരം പ്രചാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസികളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇത് വിശ്വാസികളെ അറിയിക്കുമായിരുന്നു. സത്യം ചെരിപ്പിട്ട് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നുണ നിങ്ങളെപ്പോലുള്ളവർ വിളിച്ച് ലോകം മുഴുവൻ 7 വട്ടം എത്തിച്ചിരിക്കും. അതാണ് ഇന്ന് വരെ ഉണ്ടായത്, ഇപ്പോൾ ഉണ്ടാകുന്നതും. ക്രിസ്തു സ്വന്തം ശരീരവും രക്തവും ആണെന്ന് പറഞ്ഞു കൊടുത്തത് അപ്പവും വീഞ്ഞുമാണ്. ശരീരവും രക്തവും എന്താണെന്ന് ക്രിസ്തു ശിഷ്യന്മാർക്ക് മാത്രമാണ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തത്.